ഹലോ, നമ്മൾ ഈ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്സ് ചാപ്റ്ററിൻ്റെ അടുത്ത പോർഷൻ ഇവിടെ നിന്നോട്ടാണ് എക്സാം റിലേറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തുടങ്ങുന്നത്. വി ഹാവ് ദി കൂലൂംസ് ലോ. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ സപ്പോസ് വി ഹാവ് ടു ചാർജസ്. Consider ഒരു ചാർജ് Q1, there is another charge Q2. Suppose these two charges are separated by a distance which we can call as R. Q1 and Q2 രണ്ട് charges kept in air, separated by a distance R. അപ്പം നമുക്കറിയാം, സപ്പോസ് രണ്ടും പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ, സപ്പോസ് Q1 is also positive, Q2 is also positive, നമുക്കറിയാം they will actually repel each other, അല്ലേ? They will actually repel each other. രണ്ടും നെഗറ്റീവ് ആണെങ്കിലും they will repel each other. ആ ഒരു ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ എത്രയാണ് എന്ന് പറയുന്നതാണ് കുളൂംസ് ലോ. അല്ല, ഇനിയിപ്പോ സപ്പോസ് Q1, സപ്പോസ് യു ഹാവ് Q1 is positive and Q2 is negative. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം they will attract each other. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എത്രയാണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, ഡയറക്ഷൻ എന്താണ്, ഇതിനെ പറയുന്ന ഒരു ലോ ആണ് കുളൂംസ് ലോ. സോ വളരെ സിമ്പിൾ ആണ്. കുളൂംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് between them. So force of attraction directly proportional to product of the two charges, inversely proportional to square of the distance between them. ഇത്രയേ ഉള്ളൂ കുളൂംസ് ലോ. ഇനി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ യു ഹാവ് ദിസ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് 1/4πε0 എന്നുള്ളതാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ഈ 1/4πε0ന്റെ വാല്യൂ 9 × 10⁻⁹ ആണ്. പിന്നെ യൂണിറ്റ് ആണ് അടുത്തത്. അതിന്റെ യൂണിറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ യു ക്യാൻ സീ ദാറ്റ് ഇപ്പൊ ഇവിടെ ഫോഴ്സ് ഇവിടെ ഉണ്ടല്ലോ, 1/4πε0 ഇവിടെയാണ് ഉള്ളത്. അപ്പൊ 1/4πε0ന്റെ ഐ ടെൽ യു ഹൗ ടു ഫൈൻഡ് ദി യൂണിറ്റ്. അപ്പൊ ഇവിടുന്ന് നമുക്ക് പറയാൻ പറ്റും 1/4πε0 ഈക്വൽ ടു F × R²/Q1 Q2 എന്ന് പറയാലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫോഴ്സിന്റെ യൂണിറ്റ് ഇസ് ന്യൂട്ടൺ. നോക്കൂ, യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഇസ് ന്യൂട്ടൺ. R² എന്ന് പറയുമ്പോൾ യൂണിറ്റ് ഇസ് മീറ്റർ സ്ക്വയർ. ചാർജിന്റെ യൂണിറ്റ് കുളൂംബ് ആണ്. അപ്പൊ രണ്ട് ചാർജ് ഉള്ളതുകൊണ്ട് കുളൂംബ് സ്ക്വയർ, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളൂംബ് സ്ക്വയർ. അത് 1/4πε0ന്റെ യൂണിറ്റ് ആണ്. ഇനി ε0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കോൾഡ് ദി ഇലക്ട്രിക്കൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതായത് ഫ്രീ സ്പേസ് എന്തുമാത്രം ഇലക്ട്രിക് ഫീൽഡിനെ കടത്തിവിടുന്നു എന്നുള്ളതിന്റെ ഒരു മെഷറാണ് ഇലക്ട്രിക്കൽ പെർമിറ്റിവിറ്റി. അതാണ് ε0. ε0ന്റെ വാല്യൂ എന്ന് പറയുന്നത് 8.854 × 10⁻⁻12 കുളൂംബ് സ്ക്വയർ പെർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അഗൈൻ ε0ന്റെ യൂണിറ്റ് നമുക്ക് നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പോലെ F × R²/Q1 Q2 അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ കേസിൽ നേരെ തിരിച്ചാണ് വരിക, കുളൂംബ് സ്ക്വയർ പെർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ളതാണ് വരിക. സോ ദാറ്റ് ഇസ് ദ വാല്യൂ ഓഫ് ε0. ഈ വാല്യൂ ബൈ ഹാർട്ട് പഠിക്കേണ്ട, നിങ്ങൾക്ക് മിക്കവാറും എക്സാമില് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഈ വാല്യൂ തന്നിട്ടുണ്ടാവും. ഇനി ഡൈമെൻഷൻസ് നോക്കൂ. ε0ന്റെ ഡൈമെൻഷനും I'll just show you how the dimensions are calculated. കാരണം ചിലപ്പോൾ പരീക്ഷയ്ക്ക് വൺ വേർഡ് ആൻസർ പോലെയൊക്കെ ഡയമെൻഷൻ എഴുതാനൊക്കെ ആയിട്ട് ചോദിക്കും. അപ്പൊ ബൈ ഹാർട്ട് പഠിക്കണം എന്നില്ല. നോക്കൂ, ഇപ്പോ F is equal to 1/4πε0 Q1 Q2/R² എന്നാണ്. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്ത് പറയാം, ε0വും എഫും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. അപ്പൊ യു വിൽ ഗെറ്റ് ε0 is equal to Q1 Q2/4π. നമുക്ക് ആവശ്യമില്ല, ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആവശ്യമില്ല, F R² എന്ന് വരും. അപ്പോൾ ഇതിൽ നിന്നാണ്
നമുക്ക് നമ്മുടെ യൂണിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ Q1 Q2 ബൈ FR സ്ക്വയർ. അപ്പൊ Q1 Q2 ഇപ്പൊ കുളൂം സ്ക്വയർ വന്നു, എഫിന്റെ ന്യൂട്ടൺ വന്നു, ആർ സ്ക്വയറിന്റെ മീറ്റർ സ്ക്വയർ വന്നു. ഇങ്ങനെയാണ് ഇതിന്റെ യൂണിറ്റ് കണക്കാക്കിയത്. ഡയമെൻഷൻ ഇതുപോലെ തന്നെ ചെയ്യാം. Q എന്ന് പറഞ്ഞാൽ ചാർജ് ആണ്. ചാർജിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമെൻഷൻ, ചാർജ് ഡസ് നോട്ട് ഹാവ് എ ഡയമെൻഷൻ ബൈ ഇറ്റ് സെൽഫ്. ചാർജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻടു ടൈം ആണ്. അപ്പോൾ ആംപിയർ, കറണ്ടിന്റെ ഡയമെൻഷൻ ഇസ് എ, ആംപിയർ ഇൻടു ടൈം ഇൻടു ടി. അപ്പൊ Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻടു ടി ആയിരിക്കും, Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എ ഇൻടു ടി ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് വി വിൽ ഗെറ്റ് എപ്സിലോൺ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടി ഹോൾ സ്ക്വയർ. അപ്പൊ എ സ്ക്വയർ ടി സ്ക്വയർ എന്ന് വരും. പിന്നെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻടു ആക്സിലറേഷൻ ആണ്. അപ്പൊ mL(T)⁻2 എന്ന് വരും ഫോഴ്സിന്റെ ഡയമെൻഷൻ. ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, അപ്പൊ അത് L സ്ക്വയർ വരും. മനസ്സിലായി? ഇതിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദ ഡയമെൻഷൻ ഓഫ് എപ്സിലോൺ 0. അപ്പൊ ഒന്നിന്റെയും ഡയമെൻഷണൽ ഫോർമുല ബൈ ഹാർട്ട് പഠിക്കേണ്ട, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചാൽ മതി. സോ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. എപ്സിലോൺ 0ന്റെ വാല്യൂ അങ്ങനെയായിട്ട് നമുക്ക് അധികം ഉപയോഗിക്കേണ്ടി വരില്ല, കുളൂംസ് ലോയിൽ അധികം വേണ്ടി വരില്ല. കാരണം യു ഓൾറെഡി ഹാവ് എ റെഡിമെയ്ഡ് വാല്യൂ 1/4 എപ്സിലോൺ 0 എന്ന് പറയുന്നതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, 9 × 10⁹. അപ്പൊ അത് യൂസ് ചെയ്താൽ മതി. സോ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. നൗ മൂവിങ് ഓൺ. സപ്പോസ് നമ്മളിപ്പോ നേരത്തെ എപ്സിലോൺ 0 ഉപയോഗിച്ചത് വി അസ്യൂംഡ് ദാറ്റ് ദ ചാർജസ് വെർ ഇൻ എയർ ഓർ ഫ്രീ സ്പേസ്. പക്ഷെ എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ദ ചാർജസ് കുഡ് ബി ഇൻ എ ഡിഫറെന്റ് മീഡിയം. അപ്പൊ വേറെ ഏതെങ്കിലും മീഡിയത്തിലാണെങ്കിൽ ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് എപ്സിലോൺ 0 വി യൂസ് എപ്സിലോൺ വിച്ച് ഇസ് പെർമിറ്റിവിറ്റി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ മീഡിയം. അങ്ങനെയാണെങ്കിൽ ആ ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് വിൽ ബി ഗിവൻ ബൈ 1/4 എപ്സിലോൺ Q1 Q2 ബൈ ആർ സ്ക്വയർ. വേറെ വ്യത്യാസമൊന്നുമില്ല. എപ്സിലോൺ 0ന് പകരം നമ്മൾ എപ്സിലോൺ കൊടുക്കുന്നതേ ഉള്ളൂ. നോ ഈ എപ്സിലോണിന് ഉള്ള വാല്യൂ ഈ പറഞ്ഞ മാതിരി ആയിരിക്കും. ഇപ്പൊ 8.854 × 10⁻12 എന്ന് പറഞ്ഞു, അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വാല്യൂ ആയിരിക്കും എപ്സിലോണിന്. അപ്പൊ നേരത്തെ നമുക്കൊരു കൺവീനിയൻസ് ഉണ്ടായിരുന്നു. 1/4 എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ ഒരു നല്ല വൃത്തിയുള്ള ഒരു വാല്യൂ, 9 × 10⁹ എന്ന് പറഞ്ഞാൽ നല്ലൊരു വാല്യൂ കിട്ടിയിരുന്നു. പക്ഷെ ഓരോ മീഡിയത്തിന്റെയും എപ്സിലോൺ മാറുന്ന സമയത്ത് അതെല്ലാം ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൾട്ട്. സോ നോർമലി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ വി ഹാവ് ഡിഫൈൻഡ് a constant called a ratio, dielectric constant എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം എന്ന് പറയും. K is equal to epsilon by epsilon 0. അതായത് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതിനാണ് K എന്ന് പറയാം. അപ്പൊ മിക്കവാറും K എന്ന് പറയുന്നത് ഒരു നല്ല വാല്യൂ ആയിരിക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ 81 എന്ന് വരും, അല്ലെങ്കിൽ 11 എന്ന് വരും. അങ്ങനെ നല്ല വാല്യൂസ് ആയിരിക്കും മിക്കവാറും K യുടെ കിട്ടുക. അപ്പൊ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് K ഇൻടു എപ്സിലോൺ 0. എപ്സിലോൺ 0ന്റെ വാല്യൂ നമുക്കറിയാം 9 × 10⁻, ഇല്ല അത് വേണ്ട, K ഇൻടു എപ്സിലോൺ 0 എന്ന് കൺസിഡർ ചെയ്താൽ മതി. ലെറ്റ് എപ്സിലോൺ ബി ഈക്വൽ ടു K ഇൻടു എപ്സിലോൺ 0. നൗ കമ്മിങ് ബാക്ക് ടു അവർ ഇക്വേഷൻ, നോക്കൂ 1/4 എപ്സിലോൺ Q1 Q2 ബൈ ആർ സ്ക്വയർ എന്നാണ് മീഡിയത്തിലുള്ള ഫോഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. എപ്സിലോണിന് പകരം യു പുട്ട് K ഇൻടു എപ്സിലോൺ 0. ഓക്കെ, അപ്പോ നോക്കി നോക്കൂ, ഫോർ എയർ ഇവിടെ ഈ K ഒഴിച്ച് ബാക്കി എല്ലാം, സോറി ഈ K ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നേരത്തെ നമുക്ക് വന്നതാണ് F എന്ന് പറഞ്ഞിട്ട്, വേർ F is the force between two charges when they are kept in air. 1/4 എപ്സിലോൺ 0 Q1 Q2 by r square. അപ്പൊ K ഒഴിച്ച് ബാക്കിയെല്ലാം F എന്നുള്ളതിൽ വന്നു. അപ്പൊ we can easily say that Fm is equal to F by K. Fm എന്ന് പറഞ്ഞാൽ force between two charges when they are kept in the medium. F എന്ന് പറഞ്ഞാൽ force between the same two charges kept at the same distance in air. Now finally ഈ പോർഷനിൽ പഠിക്കാനുള്ളത് പ്രിൻസിപ്പൽ ഓഫ് സൂപ്പർപോസിഷൻ ആണ്. Now consider, suppose we have a charge Q1. Suppose there is another charge Q2, and suppose these are separated
by a distance. These are separated by a distance r12 എന്ന് വിചാരിക്കും. Two charges q1 and q2 separated by a distance r12. Now suppose there is another charge q3 which is separated by a distance r13. Suppose you have another charge q4 which is separated from q1 by a distance r14. അപ്പോൾ നമുക്ക് ഇവിടെ കാണിക്കാം. This distance is r12, this distance is r13. Now this is q4 and this distance is r14. So now this is a system of charges. നമുക്ക് വേണ്ടത് what is the total force on q1? ഇതാണ് നമുക്ക് അറിയേണ്ടത്. What is the total force on q1? Suppose നമുക്ക് let us assume in this particular case, let us assume that q1 is positive. Let q2 be positive, q3 be negative and q4 be positive. അപ്പോൾ നോക്കൂ, q2 q1 exert ചെയ്യുന്ന force will be repulsive. ആ ഫോഴ്സിനെ നമുക്ക് F12 എന്ന് വിളിക്കാം. q2 q1 exert ചെയ്യുന്ന ഫോഴ്സിനെ നമുക്ക് F12 എന്ന് വിളിക്കാം. ഇനി q3 q1 attract ചെയ്യാണ് ചെയ്യുക. q3 will attract q1. അപ്പോൾ ആ ഫോഴ്സ് it will be towards q3. attractive force ആണ്. അതിനെ നമുക്ക് F13 എന്ന് വിളിക്കാം. ഇനി q4 q1 exert ചെയ്യുന്ന ഫോഴ്സിനെ നമുക്ക് F14 എന്ന് വിളിക്കാം. അപ്പോൾ q1 മേലെ now you have three forces. F13 എന്ന് F12 എന്ന് പറഞ്ഞിട്ടൊരു ഫോഴ്സ്, F13 എന്ന് പറഞ്ഞിട്ടൊരു ഫോഴ്സ് ആൻഡ് F14 എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഫോഴ്സസ് ഉണ്ട്. ആൻഡ് the principle of superposition says that simply the total force on q1 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ മൂന്ന് ഫോഴ്സസിനെയും മൂന്ന് ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് അവരുടെ വെക്ടർ സമ്മ എടുത്താൽ മതി. എന്ന് വെച്ചാൽ നോക്കൂ, we have the three different forces. ഇവിടെ this was F12, this is F13 and this is F14. ഈ മൂന്നെണ്ണത്തിനെ നമ്മൾ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. F12, F13 and F14. Now the total force on Q1 by the three charges Q2, Q3 and Q4 is nothing but the vector sum. ഇവിടെ ഞാൻ വെക്ടർ സൈൻ ആയിട്ട് കാണിച്ചിട്ടില്ല, അതിന് പകരം ബോൾഡ് ആക്കി കാണിച്ചിരിക്കുകയാണ്. You have to read this as vector F1 എന്ന് വെച്ചാൽ total force on Q1 is equal to total force on 1 due to 2 plus force on 1 due to 3 plus force on 1 due to 4. അപ്പൊ മൂന്ന് ഫോഴ്സസിനെയും ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ആയിട്ട് കണക്കാക്കിയിട്ട് അതിനെ ആഡ് ചെയ്താൽ മതി. The basic idea being, ഇപ്പോ the force between Q1 and Q2 will not be affected by the presence of Q3 and Q4. Similarly, the force between Q1 and Q3 will not be affected by the presence of the other two charges. അപ്പോൾ എത്ര ചാർജ് വേണമെങ്കിലും ഒരു സിസ്റ്റത്തിൽ ഉണ്ടായിക്കോട്ടെ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രണ്ടെണ്ണത്തിന്റെ സെറ്റുകളായിട്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻ will not be affected by the presence of other charges. ഓരോ ഫോഴ്സും ഇൻഡിപെൻഡന്റ് ആയിട്ട് കണക്കാക്കുക, എന്നിട്ട് ആഡ് ചെയ്താൽ മതി, you will get the total force. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ. ഇതിന്റെ എക്സാക്ട് സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ നോട്ടിലുണ്ട്, അത് പഠിച്ചു വെക്കാം. For each force is unaffected by other forces, and for a system of n charges, ഇതുപോലെ ഓരോ ചാർജുമായിട്ടുള്ള ഇന്ററാക്ഷൻ എടുത്ത് നമ്മൾ ആഡ് ചെയ്താൽ മതി, ടോട്ടൽ ഫോഴ്സ് ഓൺ വൺ പെർട്ടിക്കുലർ ചാർജ് നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് കുലൂംസ് ലോ ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ഷുഡ് ബി ഏബിൾ ടു ഡു ദി എക്സാമ്പിൾസ് 1.5, 1.6 and 1.7 എക്സാമ്പിൾസ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. അതേപോലെ എക്സസൈസ് 1.1, 1.2, 1.6 ഇതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റേണ്ടതാണ്. സോ പ്ലീസ് ട്രൈ ഡൂയിങ് ദോസ് and we will discuss the questions later. If possible, other examples ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കൂ. You can ask me doubts. So let's see. എന്തായാലും ഇതൊന്ന് പഠിക്കാം. നിങ്ങൾ ഇവിടെ കുലൂംസ് ലോ സ്റ്റേറ്റ് ചെയ്യാനും അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിരിക്കണം. അതുപോലെ ആ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ട് നോട്ട് ഞാൻ അതിന്റെ ഒപ്പം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ നോട്ട് നന്നായിട്ട് പഠിക്കാം. Try doing the questions also. So thank you. Hope you have understood. Do get back to me if you have any doubts. Thank you.